ഹലോ, സോൾവ് ദി ഇക്വേഷനിലെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് ബ്രാക്കറ്റ് വന്നാൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാനായിരിക്കും നമുക്ക് കൂടുതൽ താല്പര്യം അല്ലേ. പക്ഷേ ഈ ഡിനോമിനേറ്റർ വരുമ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ കളയുന്നതാണ് ഏറ്റവും ഈസി. അപ്പോൾ ഏറ്റവും മൾട്ടിപ്ലൈങ് ബോത്ത് സൈഡ്സ് ബൈ 5 നമ്മുടെ രണ്ട് ഇക്വേഷൻ്റെ LHSലും RHSലും സെയിം നമ്പറോട് മൾട്ടിപ്ലൈ ചെയ്താൽ വാല്യൂ ചേഞ്ച് ആകത്തില്ല. ഒന്നുകിൽ മൾട്ടിപ്ലൈങ് ബോത്ത് ബാലൻസിങ് മെത്തേഡ്, അതല്ലെങ്കിൽ ട്രാൻസ്പോസിഷൻ മെത്തേഡ്. ട്രാൻസ്പോസിഷൻ മെത്തേഡ് 5നെ ഇനി LHSലോട്ട് കൊണ്ടുപോയാൽ മതി. ഇപ്പൊ ഇവനങ്ങ് പോകുമല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ രണ്ട് രീതിയിലും പറയാം. അപ്പൊ ആദ്യം എന്തായാലും മൾട്ടിപ്ലൈങ് ബോത്ത് സൈഡ്സ് ബൈ 5 അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ദേ ഒരു ഇൻറ്റു 5 കൊടുക്കാം, ഇവിടെയും ഇൻറ്റു 5. ഓക്കെ, അപ്പൊ പ്രശ്നമൊന്നുമില്ല. ഇക്വേഷൻ ബാലൻസ് തന്നെ ആയിരിക്കും. ഇക്വേഷൻ ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വെയിങ് ബാലൻസുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ LHSൽ എന്ത് കൊടുക്കുന്നു അത് തന്നെ RHSലും ചെയ്യണം. അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ടീച്ചർ ചെയ്തിട്ടുണ്ട്. അത് ലിങ്ക് ഞാൻ കൊടുത്തേക്കാമേ. അപ്പം ഒട്ടും പ്രയാസമുള്ളവർ മനസ്സിലാക്കാത്തവർ ആ വീഡിയോസൊക്കെ കണ്ടാൽ നന്നായിട്ട് മനസ്സിലാവുമേ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഈ 5ഉം ഈ 5ഉം ക്യാൻസലായി പോകും. നമുക്ക് എന്താ പറയുക, എക്സിൻ്റെ 5 എന്ന് പറഞ്ഞാൽ 5x ആണ്. 5x is equal to 4 into x plus 10. ഓക്കെ, ഇനി നിങ്ങൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തോ. ഫ്രാക്ഷനിലിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഇച്ചിരി പാടല്ലേ. ഓക്കെ, 5x is equal to ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ രണ്ട് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യണം. 4x ഇവിടെ പ്ലസ് ആകുമ്പോൾ പ്ലസ് ആണ്. 4 into 10 is 14 എഴുതണേ. ഇനി ഇതിനെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യണം. സൈഡ് മാറുമ്പോഴത്തേക്ക് സൈൻ മാറും. 5x ഇവിടെ പ്ലസ് 4x ആണ്, ഇത് മൈനസ് 4x ആകും, ഇസ് ഈക്വൽ ടു 40. ഓക്കെ, ഒന്നിൽ നിങ്ങൾ ഇത് ഞാൻ ട്രാൻസ്പോസിഷൻ മെത്തേഡ്, നമുക്ക് ട്രാൻസ്പോസിഷൻ മെത്തേഡിൽ ഈസി. ട്രാൻസ്പോസിങ് 4x ടു LHS, അതല്ലെങ്കിൽ നമ്മൾ എന്തുവാണ് നെഗറ്റീവ് 4x LHSലും RHSലും ആഡ് ചെയ്യും. നെഗറ്റീവ് 4x ഇവിടെ 0 ആകും, 40 മാത്രമാകും. ഇവിടെ നെഗറ്റീവ് 4x വരികയും ചെയ്യും. അപ്പോൾ ട്രാൻസ്പോസിഷൻ മെത്തേഡ് മതി കേട്ടോ. 5x മൈനസ് ദാറ്റ് ഇംപ്ലൈസ് 5x മൈനസ് 4x x is equal to 40 എന്നുള്ള ആൻസർ കിട്ടി. ഇനി അതല്ല, ഇനി ചില ആൾക്കാരുണ്ടല്ലേ 4/5 ഇൻറ്റു എക്സ് പ്ലസ് 10 ഇങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടാൽ ഇനി ബ്രാക്കറ്റ് ഇങ്ങനെ ഇട്ടുകൊണ്ട് ഓപ്പൺ ചെയ്യുന്ന ആൾക്കാരുടെ നോക്കട്ടെ. 4/5 ഇൻറ്റു എക്സ് പ്ലസ് 4/5 ഇൻറ്റു 10. അപ്പൊ പിന്നെ ഈ 4/5x ഇപ്പുറം കൊണ്ടുവന്നാലും ഒക്കെ നമുക്ക് പ്രശ്നമാണല്ലേ. അഥവാ നിങ്ങൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നെങ്കിൽ ഇനി ഈ 5നെ കളയണമെങ്കിൽ എല്ലാ ടേംസിലും LHSലും RHSലും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇവിടെ ഇൻറ്റു 5 കൊടുത്താൽ ഇവിടെ രണ്ട് ടേമാണ്, രണ്ട് ടേമിലും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് പ്രശ്നം വരുന്നത്. ഓക്കെ, ഇൻറ്റു 5 ഇൻറ്റു 5. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഈ ഒരു മെത്തേഡ് തന്നെ അങ്ങ് പഠിക്കുക കേട്ടോ. ഈ 5നെ അങ്ങ് കളയുന്നതാണ് ഏറ്റവും ഈസി. പിന്നെ ഇത് ക്യാൻസൽ ആവും. ഇവിടെ 5 ഉണ്ട്. ഈ 5 ക്യാൻസൽ ആവും. ഈ 5 ഇവിടെ 5x വരികയും ചെയ്യും. ദാറ്റ് ഈസ് 5x is equal to 4x plus 40 കിട്ടും. അപ്പോൾ ഈ 4x ഇപ്പുറം വരെ x is equal to 40 കിട്ടുകയും ചെയ്യും. ചില ആൾക്കാർ ബ്രാക്കറ്റ് കണ്ടാൽ ഓപ്പൺ ചെയ്ത് തന്നെ പോകും അല്ലേ, അതാണ് പ്രശ്നം. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് പിന്നെ ഇത് ക്രോസ് പ്രോഡക്റ്റ് മെത്തേഡിലും ചെയ്യും കേട്ടോ. ക്രോസ് പ്രോഡക്റ്റ് മെത്തേഡ് ചെയ്യുന്നത് നോക്കിയേ, x is equal to 4/5 into x plus 10. ക്രോസ് പ്രോഡക്റ്റ് ഇവിടെ 1 കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കാം. ദാറ്റ് ഈസ് 5x is equal to 1 into സെയിം തന്നെയല്ലോ 4 into x plus 10. അപ്പോഴും നമുക്ക് ഈസിയാണ്. പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം കേട്ടോ. പക്ഷേ x is equal to 4/5x plus ഒരു 10 ഇങ്ങനെ നടക്കട്ടെ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ക്രോസ് പ്രോഡക്റ്റ് ഇപ്പൊ ഇങ്ങനെ ഇവിടെ ബ്രാക്കറ്റ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് എടുക്കാൻ പറ്റുന്നത്. ഒന്നിൽ നിങ്ങൾ ക്രോസ് പ്രോഡക്റ്റ് മെത്തേഡിൽ ചെയ്യുക, അതല്ലെങ്കിൽ ഈ ഡിനോമിനേറ്റർ വന്നാൽ ഈ 5നെ അങ്ങ് ക്യാൻസൽ ചെയ്യാൻ LHSും RHSും 5 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. അതല്ലെങ്കിൽ ഇങ്ങനെയാണ്, ഇനി 5നെ ട്രാൻസ്പോസ് ചെയ്താലും മതി, ഡിവിഷൻ ആണ്. ഇത് സൈഡ് മാറുമ്പോഴത്തേക്ക് മൾട്ടിപ്ലിക്കേഷൻ ആകും. അങ്ങനെയും ചെയ്യാം. അപ്പൊ ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ആ മെത്തേഡിൽ തന്നെ പ്രാക്ടീസ് ചെയ്യണം. ആ മെത്തേഡിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് ടീച്ചർ 2 ക്വസ്റ്റ്യൻ തന്നേക്കും കേട്ടോ. നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ്, x is equal to 2/7 into x plus 3. നിങ്ങൾ ആൻസർ കമന്റ് ചെയ്തിരുന്നാൽ മതി, ഞാൻ റോങ് ആണോ കറക്റ്റ് ആണോ എന്ന് പറഞ്ഞേക്കാമേ.
Second question, x is equal to 1/2 into x plus 4. നിങ്ങൾ നിങ്ങൾ നോക്കുക, നിങ്ങൾ ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ അതനുസരിച്ച്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനും കൂടെ ഒന്ന് ചെയ്യാമേ. നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിനകത്ത് 2.1 ഞാൻ പാടുള്ളത് മാത്രമേ വർക്ക്ഔട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. 2 7th ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത 8th ക്വസ്റ്റ്യൻ ആണ്. 2x/3 plus 1 is equal to 7x/15 plus 3. ഓക്കെ, അപ്പോൾ ഇത് ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് വേരിയബിൾസ് ബോത്ത് ദ സൈഡ്സ് ആണ്. വേരിയബിൾസ് ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിലും വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വേരിയബിൾസ് LHSലോട്ട് കൊണ്ടുവരും. ഓക്കെ, വേരിയബിൾ LHSലോട്ട് കൊണ്ടുവന്ന്, അതായത് ഇതിനെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യും, ഇവനെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യും. അപ്പം സി ദറ്റ് ഈസ് 2x/3. ഇത് പ്ലസ് ആണല്ലോ, ഇത് ഇപ്പുറം വരുമ്പോഴത്തേക്ക് മൈനസ് ആവും. -7x/15 is equal to 3. 3 RHS തന്നെ കിടക്കുന്നത്. അപ്പോൾ ഇവ അപ്പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നമുക്ക് 2 ആണെന്ന് അറിയാം അല്ലേ. അപ്പോൾ ഇനി ഇത് മാത്രം എടുത്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇത് മാത്രം എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും ഈസി ഏതാണ്? LCM മെത്തേഡാണ്. LCM മെത്തേഡ് ആകുമ്പോഴത്തേക്ക് കോപ്രൈം നമ്പേഴ്സിനെ നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് മെത്തേഡിൽ അങ്ങ് ചെയ്യാം. പക്ഷേ ഇത് 3 15 ആകുമ്പോൾ അതേപോലെ നോക്കിയാണ്ടേ 3 15 4 20 7 28 ഇങ്ങനെ ഇത് നമ്പറും അതിന്റെ മൾട്ടിപ്പിൾ വന്നാൽ ബിഗ് നമ്പർ ആയിരിക്കും LCM. മൾട്ടിപ്പിൾ വന്നാൽ ബിഗ് നമ്പർ LCM ആയിരിക്കും, സ്മോൾ നമ്പർ HCFും ആയിരിക്കും. അപ്പൊ നമ്മൾ പിന്നെ പ്രത്യേകിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ഇനി ഇത് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു × 5 കൊടുത്താൽ മതി. ദാറ്റ് ഈസ് 10x/15 -7x/15 is equal to 2. ഇനി ഡിനോമിനേറ്റർ സെയിം ആണല്ലോ. ദാറ്റ് ഈസ് 10x - 7x/15 is equal to 2. ദാറ്റ് ഈസ് 3x/15 is equal to 2. ഇനി ഇവിടെ നമുക്ക് വേരിയബിൾ വേണം, എക്സ് വേണം അല്ലേ. അപ്പോൾ ഇത് ഞാൻ 7th സോൾവ് ദി ഇക്വേഷൻസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതൊക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ഓക്കെ, അതായത് ഇവിടെ ഒന്നുകിൽ നിങ്ങൾ ഓരോരുത്തരായിട്ട് കളയണം. രണ്ട് രീതിയിൽ ഞാൻ പറയാമേ. 3x/15 is equal to 2 ആണ്. അപ്പോൾ ഞാൻ ആദ്യം 15നെ കളയണം. 15നെ RHSലോട്ട് ട്രാൻസ്പോസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഡിവിഷൻ അല്ലേ, അപ്പോൾ ഡിവിഷന് അങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് മൾട്ടിപ്ലിക്കേഷൻ ആകും. ഇനി ഞാൻ ഇവനെ കളയണം. ദാറ്റ് ഇംപ്ലൈസ് x is equal to, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഓപ്പറേഷൻ. അപ്പം RHSലോട്ട് പോകുമ്പോഴത്തേക്ക് ഇത് ഡിവിഷൻ ആകും. ദാറ്റ് ഈസ് 2 × 15/3. ഓക്കെ, ഈസ് ഈക്വൽ ടു ഇവിടെ 5 10 കിട്ടും ആൻസർ. ഓക്കെ, ഇനി നമ്മളിത് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യുന്നത് എങ്ങനെയാണ്? 3/15 3x/15 എന്ന് പറഞ്ഞാൽ 3/15 × x ആണ്, ഈസ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ ദാറ്റ് ഇംപ്ലൈസ് x ഈസ് ഈക്വൽ ടു 2 × ഇവന്റെ റെസിപ്രോക്കൽ അങ്ങ് അപ്പുറത്ത് കൊടുത്താൽ മതി. ഓക്കെ, ഒറ്റയടിക്ക് ചെയ്യാം. അപ്പം അതൊക്കെ കുറേ പ്രാക്ടീസ് ചെയ്ത ടീച്ചർ 7th വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഒറ്റയടിക്ക്, അതായത് പിന്നെ അതല്ലെങ്കിൽ പിന്നെ ഇവിടെ 3/15 × x is equal to 2 ആണ്. അപ്പോൾ ഇവിടുത്തെ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ദാറ്റ് ഇംപ്ലൈസ് x is equal to 2. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഡിവിഷൻ ആണ്, /3/15. അതാണ് is equal to 2 × 15/3 എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ എഴുത്തുകാറില്ലേ, നിങ്ങൾ ഒറ്റയടിക്ക് പഠിച്ചു വെച്ചേക്കുക. ദേ ഇവനെ ഒറ്റയടിക്ക് അപ്പുറത്ത് കൊണ്ടുപോവുക. ഇവനെ ഒറ്റയടിക്ക് അപ്പുറത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഇവനങ്ങ് ഇവന്റെ റെസിപ്രോക്കൽ 2 × 15/3. ഓക്കെ, പിന്നെ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ ചെക്കിങ് കൂടെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ചെക്കിങ്, മറ്റൊരു ടീച്ചർ ചെക്കിങ് പറഞ്ഞില്ല അല്ലേ. ഓക്കെ, ചെക്കിങ് എങ്ങനെയാണ്? LHSും RHSും എടുക്കുക. ഈക്വേഷന്റെ LHS. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തുവായിരുന്നത്? LHS എടുത്താൽ 2x/3 + 1 ഇതല്ലേ LHS. ഓക്കെ, അപ്പൊ എക്സിന്റെ വാല്യൂ കൊടുത്ത് നോക്കിയാൽ മതി. ഇസ് ഈക്വൽ ടു 2 × എക്സിന്റെ വാല്യൂ 10 ആണ് /3 + 1. ഓക്കെ, ഇസ് ഈക്വൽ ടു 20/3 + 1. ക്വസ്റ്റ്യൻ അല്ലേ ഇട്. 2x/3 + 1
7x by 15 plus 3. Okay. 20 by 3 plus 1 അല്ലേ. അത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇച്ചിരി പാടാണല്ലേ. അത് ഈസി ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ 1 തന്നെ കൊടുത്ത് ഇവിടെ കോപ്പറേറ്റ് നമ്പേഴ്സിന് ക്രോസ് പ്രോഡക്റ്റ് 3 ആണ്. 3 into 1 is 3 ആണ് LCM. ഇനി ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ ദാറ്റ് ഈസ് 20 plus 1 is equal to 21 by 3. ഓക്കെ 20 തെറ്റിപ്പോയല്ലേ. ഇവിടെ 23 into 1 3 വരും അല്ലേ. അപ്പോഴത്തേക്ക് ഇതല്ലേ ഞാൻ നോക്കുന്നത് 7 കിട്ടത്തില്ലേ. 23 by 3 വരും. അങ്ങനെ തന്നെ കിടക്കാം. നമുക്ക് RHS നോക്കാം. പിന്നെ നിങ്ങളത് മാറ്റമൊന്നും വേണ്ട. ഓക്കെ ഇൻറ്റു 3 അങ്ങനെ കൊടുത്താൽ മതി. ഇവിടെ പ്രോപ്പർ ഫ്രാക്ഷൻ ആയിരുന്നെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ 3/4 plus 1 ആണ്. നമുക്ക് 1 and 3/4 എന്ന ആൻസർ അങ്ങ് എഴുതാം അല്ലേ. പക്ഷെ അവിടെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല. ഇനി നമുക്ക് RHS അത് തന്നെ കിട്ടിയാൽ മതി, പ്രശ്നമൊന്നുമില്ല. RHS എടുത്ത് നോക്കാം. RHS ഇങ്ങനെ കൊടുത്തിട്ട് RHS ക്വസ്റ്റ്യനിൽ 7x by 15 plus 3 ആണ്. ഇസ് ഈക്വൽ ടു എക്സിന്റെ വാല്യൂ നമുക്ക് 10 ആണ് കിട്ടിയിരിക്കുന്നത് by 15 plus 3 ഇസ് ഈക്വൽ ടു ഇവന്മാരെ ക്യാൻസൽ ചെയ്യാലോ. 5 2s are 10, 5 3s are 15. ദാറ്റ് ഈസ് 14 by 3 plus 3 കിട്ടും. ഇവിടെ ഒന്ന് കൊടുത്തിട്ട് 3 into 1 3 തന്നെയാണ്. പിന്നെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കാം. 14 plus 9 അപ്പോഴെത്ര കിട്ടുന്നുണ്ട്. 23 by 3 തന്നെ കിട്ടും. 23 by 3 തന്നെ ഇസ് ഈക്വൽ. സോ LHS is equal to RHS. വെരിഫൈഡ്. ഓക്കെ